എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തെല്ലാം സാധിക്കുമെന്ന് പറയുന്നത് ശ്രവിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:6. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഈ അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ക്ഷമയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. ഇവിടെ യേശുവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നു. ഈ വാക്യത്തിലൂടെ യേശു പ്രതികരിച്ചു, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ അളവ് പോലും ശക്തമാണെന്ന് ഊന്നി പറഞ്ഞു. ഒരു കടുകുമണി, ഒരു ചെറിയ വിത്ത്. അവിടെ പ്രധാനം വിശ്വാസത്തിൻ്റെ വലുപ്പമല്ല, മറിച്ച് അതിൻ്റെ സാന്നിധ്യവും ആധികാരികതയുമാണെന്ന് വ്യക്തമാക്കുന്നു. യഥാർത്ഥ വിശ്വാസം എത്ര ചെറുതാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം അത് മനുഷ്യൻ്റെ പ്രയത്നത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ വേരൂന്നിയതാണ്. കടുക് വിത്ത് വലിയ സാധ്യതകളുള്ള ചെറിയ തുടക്കങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ശക്തനായ ഒരു ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ ഒരു ചെറിയ വിശ്വാസം പോലും അസാധ്യമെന്ന് തോന്നുന്നത് നേടാൻ കഴിയും. യേശു വിശ്വാസത്തിൻ്റെ അളവിൽ നിന്ന് അതിൻ്റെ ഗുണങ്ങളിലേക്കും ആ വിശ്വാസത്തിൻ്റെ ലക്ഷ്യത്തിലേക്കും ശ്രദ്ധ മാറ്റുകയാണിവിടെ. അത് വലിയ അളവിലുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ കഴിവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു മൾബറി മരത്തെ പിഴുതെറിഞ്ഞ് കടലിൽ നട്ടുപിടിപ്പിക്കുന്ന ചിത്രം മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്നതും എന്നാൽ ദൈവത്തിന് സാധ്യമായതുമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വിശ്വാസം അതിൻ്റെ വ്യാപ്തിയല്ല, മറിച്ച് അതിൻ്റെ സാന്നിധ്യവും ശ്രദ്ധയുമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. ഒരു ചെറിയ വിശ്വാസം പോലും യഥാർത്ഥമായത് നമ്മെ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ശക്തിയുമായി ബന്ധിപ്പിക്കുന്നു. മറ്റുള്ളവരോട് ആവർത്തിച്ച് ക്ഷമിക്കുകയോ ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യുകയോ പോലുള്ള മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കായി ദൈവത്തിൽ വിശ്വസിക്കാൻ ഇത്തരത്തിലുള്ള വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. സ്വന്തം കഴിവുകളേക്കാൾ ദൈവശക്തിയിൽ ആശ്രയിക്കാനും ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുന്നു. വിശ്വാസം കടുകുമണിയോളം ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസവും അവൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ഇത് പ്രകടമാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ദൗത്യം അസാധ്യമാണെന്ന് തോന്നുമ്പോൾ പോലും വിശ്വാസത്തിൽ പുറത്തു കടക്കുക. ക്ഷമ കൈക്കൊള്ളുക, സ്ഥിരോത്സാഹം കാണിക്കുക. സ്നേഹപിതാവേ, അങ്ങയുടെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും ആശ്രയിക്കുന്ന ഒരു ജീവിതം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.